ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതുപോലെ നെക്കിൽ ബീഡ്സും സ്റ്റോൺസും ഷെൽസൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നെക്ക് പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതൊരു ചുരിദാർ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇതുപോലെ ഡിസൈൻ വന്നിട്ടുള്ളത്. ബാക്ക് പോർഷനിൽ പ്ലെയിൻ ആയിട്ടാണുള്ളത്. അതിൻ്റെ കൂടെ തന്നെയാണ് സ്ലീവും വന്നിട്ടുള്ളത്. ഇതുപോലെ വർക്കുള്ളതാകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നിച്ച് വെച്ച് കട്ട് ചെയ്യരുത്. സെപ്പറേറ്റ് ആക്കി തന്നെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 47.5 ഇഞ്ചാണ്. അത് ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. താഴ്ഭാഗത്ത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനില്ല. അവിടെ ഇതുപോലെ ഒരു ലേസ് വന്നിട്ടുണ്ട്. എന്നാൽ മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ വേണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 47 ഇഞ്ച് ലെങ്ത്ത് കിട്ടും. ഇനി നമുക്ക് തന്നിട്ടുള്ള നെക്കിൻ്റെ വൈഡ് നോക്കാം, അതുപോലെ തന്നെ ലെങ്ത്തും നോക്കാം. നെക്കിൻ്റെ വൈഡ് വന്നിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്, കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് നമ്മുടെ ടോട്ടൽ ലെങ്ത്തിൽ മൈനസ് ആവുന്നതാണ്. ഇനി നമുക്ക് നെക്കിന് ഇത്ര ലെങ്ത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് നെക്കിൻ്റെ താഴേന്ന് മേലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നമുക്ക് രണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കാം. സെൻറ്ററിലെ ഡിസൈനൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് ആം ഹോളും 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 10.5 ഇഞ്ച്, കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി ഷോൾഡറിൽ നിന്ന് നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 14 ഇഞ്ചാണ്, കൂടെ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി ആ ഭാഗത്തെ വണ്ണം നമുക്ക് കൊടുക്കാം. 38 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 9.5, 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത്ത് കൊടുക്കാം. ഞാനിവിടെ 21 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ട് നോക്കാം. 44 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4/1 ഭാഗം എടുക്കുമ്പോൾ 11 ഇഞ്ച്, കൂടെ 1/2 ഇഞ്ച് ലൂസും 1 ഇഞ്ചാണ് പിന്നെ നമ്മൾ സ്ലിറ്റിന് വേണ്ടി കൊടുക്കുന്നത്. ഇനി താഴ്ഭാഗത്തെ മെഷർമെൻറ്റ് നോക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹിപ്പ് സൈസ് ആണോ ചെസ്റ്റ് സൈസ് ആണോ കൂടുതൽ വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഏതാണോ കൂടുതൽ ആ മെഷർമെൻറ്റാണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്. കൂടെ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടി നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ 13.5 ഇഞ്ചാണ് താഴ്ഭാഗത്ത് കൊടുക്കുന്നത്. ശേഷം നമുക്ക് ഹിപ്പിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. നമ്മൾ ആം ഹോൾ 7 കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതിയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് അവിടെ നിന്നും ചെസ്റ്റിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മാർക്ക് ചെയ്യാവുന്നതാണ്. ഇത് ബാക്ക് ആം ഹോളാണ്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ നോക്കാം. ബാക്ക് ആം ഹോളിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആം ഹോൾ കർവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം.
ഇനി നെക്കിൽ നിന്ന് ഷോൾഡറിലേക്ക് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. ശേഷം നമുക്ക് മാർക്ക് ചെയ്ത പോയിൻറ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്തെടുക്കാം. ആദ്യത്തെ ലൈനാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരുന്നത്. രണ്ടാമത്തെ ലൈനാണ് നമ്മുടെ കട്ടിംഗ് ലൈൻ വരുന്നത്. ആ ലൈനിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇത് ഫ്രണ്ട് പീസ് ആണെങ്കിലും ആദ്യം നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാക്ക് ആം ഹോളിലൂടെയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് സ്ലീവും കട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിമം സേവ് ചെയ്യുന്ന രീതിയിൽ വേണം തുണീനെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മടക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ താഴത്തെ വീതി അതെത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം ബാക്ക് പീസ് മടക്കിയിട്ട് കൊടുക്കാൻ. ഇതിൻ്റെ മേലെ നമുക്ക് ഫ്രണ്ട് പീസ് ഇതുപോലെ ഉണ്ടാക്കി മടക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലുള്ള ലേസ് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ബാക്ക് പീസിൽ നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ വേണം. എന്നിട്ട് അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അതല്ലെങ്കിൽ മേൽഭാഗത്തായാലും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 2 പീസും ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് മേൽഭാഗത്ത് കട്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആ 1 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഫ്രണ്ട് പീസിനെ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകളൊക്കെ സെയിം തന്നെ കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ ഹിപ്പിൻ്റെ ഭാഗത്തായിട്ട് ഓരോ നോച്ചിട്ട് കൊടുക്കാം. ഇനി ബാക്ക് പീസിനെ ഉള്ളിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൽ ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് നോക്കാം. മെയിൻ പീസിൽ നിന്ന് 2-3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കാം. എന്നിട്ട് മെയിൻ പീസിൻ്റെ മേലെ വെച്ചിട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 4 പീസിൻ്റെയും സെൻറ്ററിൽ നമുക്ക് ഇതുപോലെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. അത് നമ്മൾ എടുത്തിരിക്കുന്ന നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്തിനേക്കാളും ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം. ഞാൻ എടുത്തിട്ടുള്ളത് 10 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവും. രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെക്കണം. നമ്മൾ 2 പീസിലും ഇതുപോലെ ഓരോ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സെയിം ആയിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ 3 സൈഡിലും ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൊരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിൽ വേണം നമ്മൾ നല്ല പീസ് വെച്ച് കൊടുക്കാൻ. ഇതുപോലെ 2 പീസുകൾ തമ്മിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. രണ്ടിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ വേണം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ സെൻറ്റർ ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈനിൽ തന്നെ വേണം നല്ല പീസിൻ്റെ ഡിസൈനിങ്, അതായത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് പിൻകുത്തി കൊടുക്കാം. ശേഷം നമുക്ക് നെക്കിൻ്റെ ഡിസൈനിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് നെക്കിന് ചുറ്റും ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ മാർക്കിങ്ങിലൂടെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 സൈഡ് ഫുട്ട് ഉപയോഗിച്ച് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മുടെ നെക്കിൻ്റെ ഡിസൈനിൻ്റെ അരികിലൂടെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ പതുക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വിട്ടിട്ട് ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് ചുറ്റിലും കുഞ്ഞ കുഞ്ഞ കട്ടുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം, ശ്രദ്ധിച്ച് വേണം കട്ടിട്ട് കൊടുക്കാൻ. ശേഷം നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പകരം ഉള്ളിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ലൈനിങ്ങും തയ്യൽ തുമ്പും ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് മെയിൻ തുണിയിൽ കൊള്ളാതെ
അതായത് നമ്മൾ നെക്കിൻ്റെ ഡിസൈനിലൊന്നും കൊള്ളാതെ ഡിസൈനിൻ്റെ അരികിലൂടെ നമുക്ക് നെക്കിന് ചുറ്റിലും ഫുള്ളായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. തയ്യൽ തുമ്പിനെ ഈ സൈഡിലേക്ക് വേണം വരാനായിട്ട്. ഇനി നമുക്ക് വേറെ ടോപ്പ് സ്റ്റിച്ചൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്ക് ഓൾറെഡി നല്ലപോലെ ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഉൾഭാഗത്തും നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ 2 പീസുകൾ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ലൈനിങ്ങും മെയിൻ പീസും തമ്മിൽ മേലേന്ന് തുടങ്ങിയിട്ട് നമുക്ക് താഴ്ഭാഗം വരെ 2 സൈഡിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നെക്കിനേക്കാൾ ലെങ്ത്തും വിഡ്ത്തും കൂടുതലുള്ള ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ തന്നെ 3 സൈഡിലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതേ 3 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല ഭാഗം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇപ്പോൾ വെച്ച് കൊടുക്കണ്ട. എന്നിട്ട് നമുക്ക് മേൽഭാഗത്ത് 2 ഷോൾഡറും നമുക്ക് ഇതുപോലെ 1/2 ഇഞ്ച് സ്ലോപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക 1/2 ഇഞ്ചിൽ. എന്നിട്ട് പിൻകുത്തി കൊടുക്കുക. ശേഷം നമുക്ക് ആ ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് നമുക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ബാക്ക് പീസിൻ്റെ ലൈനിങ് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. സെൻറ്റർ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പോൾ നമ്മൾ ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇതുപോലെ കൈകൊണ്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നെക്ക് കിട്ടും. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് സെയിം തന്നെയാണ്. ഇനി നമുക്ക് നെക്കിൻ്റെ ലെങ്ത്താണ് നോക്കാനുള്ളത്. 3 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ആ 3 ഇഞ്ചിൽ നമുക്ക് ചെറിയൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ശേഷം നമ്മൾ ഫ്രണ്ട് നെക്കിന് എത്രയാണോ വീതി എടുത്തിരിക്കുന്നത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബോക്സ് ആക്കി വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഉള്ളിലൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നെക്കിന് ചുറ്റിലും കുഞ്ഞു കട്ടുകളിട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉള്ളിൽ ഫ്രണ്ട് പീസിൽ കൊള്ളാതെ വേണം നമുക്ക് കട്ടിട്ട് കൊടുക്കാൻ. ഇനി 2 ഷോൾഡറിൻ്റെ എഡ്ജിൽ ഇതുപോലെ ചെരിച്ചൊന്ന് കട്ടിട്ട് കൊടുക്കാം. 2 സൈഡിലും നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ബാക്ക് നെക്കിന് നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിസൈനർ നെക്ക് നമ്മളിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.